Brototype in college campusuകളിലോട്ടും. നമ്മൾ പ്രോട്ടോടൈപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ശേഷം 4 വർഷമായി. പക്ഷേ ഇതുവരെ നമ്മൾ കോളേജുകളിൽ പരിപാടി ആക്ടിവിറ്റീസ് ഒന്നും സംഘടിപ്പിക്കാറില്ല. എന്നാൽ കോളേജുകളിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വിളിക്കുന്നുണ്ട്. നമ്മളെ കോളേജിൽ വെച്ചിട്ട് ഒരു വർക്ക്ഷോപ്പ് വെച്ചൊരു ടെക്നിക്കൽ വർക്ക്ഷോപ്പ്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ്, അല്ലെങ്കിൽ ബേസിക് കോഡിങ്, ഇങ്ങനെ ചോദിച്ചിട്ട് പല ആൾക്കാരും പല രീതിയിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ആലോചിച്ചെന്ന് വെച്ചാൽ, നമ്മൾ കോളേജിലൊരു വർക്ക്ഷോപ്പ് എടുത്ത് പോരുക, അത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു കണക്ഷനും ഇല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കോളേജിൽ അതായത് സ്റ്റുഡൻസിന് വലിയ ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ആലോചിച്ചെന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് കോളേജ് സ്റ്റുഡൻസിന് കുറച്ച് പേർക്കെങ്കിലും സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ, കുറച്ച് പേർക്കെങ്കിലും കോഡിങ് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സാധാരണ നമ്മൾ കോളേജ് കമ്മ്യൂണിറ്റീസ് നടത്തപ്പെടും. ഞാനും പണ്ടൊക്കെ കോളേജ് കമ്മ്യൂണിറ്റി ഞാൻ തന്നെ തുടങ്ങിയിട്ട് ക്രേസി അമീഗോസ്, പിങ്ക് ഫൗണ്ടേഷൻ ഒക്കെ പറഞ്ഞിട്ട് നമ്മളും തുടങ്ങിയിട്ട് പല രീതിയിൽ പല കോളേജുകളും നടത്താൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ആക്ടിവിറ്റീസ് പലരും ഡിഫൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ കുട്ടികളത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് പരിപാടി ഒന്നും ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത് എന്താന്ന് വെച്ചാൽ കോളേജിൽ ഓരോ മാസവും മിനിമം ഒരു 10 സ്റ്റുഡൻസിനെങ്കിലും കോഡിങ് പഠിപ്പിക്കുക. നമുക്കറിയാലോ കോളേജ് ക്യാമ്പസുകളുടെ അവസ്ഥ. അതായത് ഒരു 95% കുട്ടികളും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കോഡിങ് അറിയാത്തൊരവസ്ഥയിലാണ് പഠിച്ചു പോകുന്നത്. എന്നാൽ നമ്മളിവിടെ ഒരു എഞ്ചിനീയറിംഗിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ BCA എന്നോ BSc എന്നോ അല്ലെങ്കിൽ BCom എന്നോ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഏത് ഡിഗ്രി കോളേജ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഏതെങ്കിലും +2 സ്കൂൾ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കോളേജ് സ്റ്റുഡൻസോ +2 സ്റ്റുഡൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോളേജ് അംബാസഡേഴ്സ് ആവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. നിങ്ങളെ വിളിച്ചൊരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് നിങ്ങളെ സെലക്ഷൻ പ്രോസസ്സിലോട്ട് പോകും. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നമ്മൾ ബ്രോട്ടോടൈപ്പിൽ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യും. ഈ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മന്ത്ലി ഒരു 10 പേരെങ്കിലും കോഡിങ് പഠിപ്പിക്കാനുള്ള പരിപാടിയാണ്. അതായത് നിങ്ങളുടെ ക്യാമ്പസുകളിലെ 10 പേരെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ബേസിക് കോഡിങ് മുതൽ പഠിപ്പിച്ചിട്ട് നമുക്ക് ഏതൊരു ഡൊമൈനിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള പരിപാടി നോക്കും. ആ ബാച്ചുകൾ എല്ലാ മാസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഓരോ ബാച്ചിൽ ഒരു 10 പേർക്ക് നമുക്ക് അവസരം കൊടുക്കുള്ളൂ ഒരു മാസം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുണ്ടായാലും നമുക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുപോലെ ഇനീഷ്യലി വളരെ കുറച്ച് ക്യാമ്പസുകൾക്ക് നമ്മൾ ഈ ഒരു അവസരം കൊടുക്കുന്നുള്ളൂ പ്രോട്ടോടൈപ്പിന്റെ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാനുള്ള. ഇപ്പം എല്ലാ കോളേജുകളും നമുക്ക് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ മോണിറ്റർ ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാനും ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് ബിൽഡ് ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഒരു 10 കോളേജുകളെ ഇനീഷ്യലി സെലക്ട് ചെയ്തുകൊണ്ട് ആ അംബാസിഡേഴ്സിന് കണ്ടിന്യൂസ് സപ്പോർട്ട് കൊടുത്ത് നമുക്ക് ആ കോളേജുകളിൽ ഒരു മിനിമം ഒരു 10 പേരെങ്കിലും മന്ത്ലി വെച്ചിട്ട് നമുക്ക് കോഡിങ് പഠിപ്പിച്ച് ബിൽഡ് ചെയ്യാം. കോളേജ് അംബാസിഡേഴ്സ് ആയിട്ട് വരേണ്ട ആൾക്കാർ നിങ്ങൾക്ക് ക്ലാസ്സുകളിലൊക്കെ പോയി സംസാരിക്കാനും കുട്ടികളൊക്കെ മീറ്റ് ചെയ്ത് ഈ പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്യാനൊക്കെ സംസാരിക്കാനൊക്കെ റെഡി ആയിട്ടുള്ള ആൾക്കാർ ആണ് ഈ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. കോളേജ് അംബാസിഡേഴ്സിന് ബേസിക് കോഡിങ് അറിയാലോ അല്ലേ? നമ്മുടെ പ്രോട്ടോടൈപ്പ് ചാനൽ ഫോളോ ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ബേസിക് കോഡിങ് അറിയായിരിക്കും. ഇനി അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ. ബാക്കി നമുക്ക് സെറ്റാക്കി എടുക്കാം. ഒരു 10 ദിവസമോ 12 ദിവസം കൊണ്ട് നമുക്ക് ബേസിക് കോഡിങ് പഠിച്ചേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കോളേജ് അംബാസിഡർ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ടെക്നോളജി സ്കിൽസ് ഉള്ള ഒരു വലിയ നമ്പേഴ്സ് ആക്കി ഓരോ കോളേജുകളിലും മാറ്റാം. പിന്നെ നമുക്ക് വലിയ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകൾ ഹോസ്റ്റ് ചെയ്യുക, അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറെ ഒരുപാട് ഇവന്റ്സും പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്യാം. പക്ഷെ ഇനീഷ്യലി നമ്മൾ ഓരോ കോളേജുകളിലും കുറച്ച് പേരെ ടെക്കീസ് ആക്കി മാറ്റണം. ആ ഒരു വൈബിലോട്ട്, ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറ്റാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കോളേജുകളിൽ നിന്നുകൊണ്ട് തന്നെ ഏകദേശം 3-4 വർഷം നമ്മൾ കോളേജിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം ബ്രോക്യാമ്പിലെ സ്റ്റുഡൻസ് 7 months കൊണ്ട് ഒരു ടെക് പ്രൊഫൈൽ ആവുക, 2ഓളം പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്കൊരു 3-4 വർഷമുള്ള കോളേജ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇയറിനെ പ്രോട്ടോടൈപ്പിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ 3-4 വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് റിയൽ ടൈം പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനും ഒരുപാട് ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷൻ ഒക്കെ ആയിട്ട് വേറൊരു ടെക് വൈബ് പ്രൊഫൈൽ ആകാൻ പറ്റും. പിന്നെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളൊരു ജോലിയോ നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നൊക്കെ ഉള്ളത് വളരെ ഈസിയാണെന്നുള്ള ആലോചിക്കും. സോ കോളേജ് അംബാസിഡേഴ്സ് ആവാൻ താല്പര്യമുള്ള ആൾക്കാർ അപ്ലൈ ചെയ്തോളൂ. ഏത് കോളേജിൽ നിന്ന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നോൺ ടെക് കോളേജ് ആയാലും ശരി, നമ്മൾ അവിടെ ടെക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് ടെക്കീസിനെ ബിൽഡ് ചെയ്തിരിക്കും. ഓരോ അംബാസിഡേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഫിനാൻഷ്യലി നമ്മൾ ബെനിഫിറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഇതൊരു സോഷ്യൽ വർക്കായിട്ട് കൂട്ടിയിട്ട് അവർ ചെയ്യാൻ സന്നദ്ധരാവണം. പക്ഷേ അവർക്ക് സ്വാഗതമായിട്ടും ഇയർലി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അംബാസിഡേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഒരു വിദേശ ട്രിപ്പുകളൊക്കെ ഓഫർ ചെയ്തിട്ടുള്ള പരിപാടിയായിരിക്കും. അതുപോലെ അംബാസിഡേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.